അറിയാലോ നമ്മുടെ അത്യാവശ്യം മൂവ് ആവുന്ന വണ്ടികളാണ്. വെളിയിലുള്ള ആക്സറീസിലോട്ട് പോകണ്ട വണ്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ തീർന്നിട്ടില്ല. ഇതിൽ തന്നെ നമുക്ക് വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ കാർപ്ലേ കണക്ട് ചെയ്യാനുള്ള ഫീച്ചറും വരുന്നുണ്ട്. അത് മാത്രമല്ല ക്രൂയിസ് കൺട്രോളും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഹായ് നമസ്കാരം, നമ്മളുള്ളത് കിയയുടെ ഷോറൂമിലാണ്. ചേപ്പാടാണ് ലൊക്കേഷൻ. ചേപ്പാട് എന്ന് പറയുമ്പോൾ ഹരിപ്പാടിനും കായംകുളത്തിനും ഇടയ്ക്കായിട്ടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷോറൂമിൽ വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് വണ്ടികൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത്, നമ്മുടെ സെൽറ്റോസ്. ഭയങ്കര ഒരു കസ്റ്റമർ അഭിപ്രായം കിട്ടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. പുതിയൊരു ഫേസ് ലിഫ്റ്റ്. പഴയ കാര്യങ്ങളൊന്നും വലുതായിട്ട് ഈ വണ്ടിക്കകത്തില്ല, എല്ലാം പുതിയ കാര്യങ്ങളാണ് വണ്ടിയിൽ മൊത്തത്തിൽ, ഇൻക്ലൂഡിംഗ് പ്ലാറ്റ്ഫോം വരെ ഈ വണ്ടിയിൽ മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സോണറ്റ് ഉണ്ട്, ക്ലാവിസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അത് EV ഉണ്ട്, ഐസ് എഞ്ചിനും ഉണ്ട്. പിന്നെ സിറോസ് കുറച്ച് നാൾ മുമ്പ് വന്നതാണ്. ഭയങ്കര ത്രില്ലിംഗ് വണ്ടിയാണ്, ഭയങ്കര സ്പേസും കാര്യങ്ങളും. ചെറു വണ്ടിയാണെന്ന് പെട്ടെന്ന് തോന്നുമെങ്കിലും ഭയങ്കര സ്പേസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി വണ്ടി. എല്ലാ വണ്ടികളും കിടപ്പുണ്ട്. പിന്നെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ചധികം ഓഫേഴ്സ്. ഓഫേഴ്സ് എപ്പോഴും കുറവായിരിക്കും, എങ്കിലും ഈ ഒരു സമയമായിട്ട് ഒരു ഇയർ ആയതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി, കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. നമസ്കാരം, പേര് കാര്യങ്ങളൊക്കെ പറയാം. എൻ്റെ ഒരു ഗൂഗിൾ നിന്നാണ്, ഞാനിവിടെ KEC ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ആക്ച്വലി പറഞ്ഞു നമുക്ക് പുതിയ കുറച്ച് വണ്ടികൾ, പുതിയ സെൽറ്റോസിനകത്താണ് ഭയങ്കര ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. പഴയ കാര്യങ്ങളൊന്നും തന്നെ വണ്ടിയിലില്ല, ഒരു ചെറിയ എലമെന്റ് മാത്രമേ ഉള്ളൂ. പഴയ നമുക്ക് നമ്മുടെ 3 എഞ്ചിനും ഈ കിയയുടെ ലോഗോയും സെൽറ്റോസ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. 2019 കിയ ഇന്ത്യയിൽ സെൽറ്റോസ് ആയിട്ട് വന്നപ്പം അന്യായ വിജയമായിരുന്നു. അത് വന്ന സമയത്ത് തന്നെ ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ഫീച്ചേഴ്സ് ആയിട്ടാണ് വന്നത്. പല പ്രീമിയം വണ്ടികളിൽ കണ്ടിരുന്ന ഫീച്ചേഴ്സ് ആയിട്ടാണ് 2019 കിയ നമുക്ക് സെൽറ്റോസ് കൊണ്ടുവന്നത്. ഇപ്പൊ തന്നെ നമ്മളിപ്പോ ഇവിടുന്ന് റോഡിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോ ഇവിടുന്ന് എറണാകുളം വരെ പോവാണെങ്കിൽ കാണാം, അത് കാണുന്ന ഒരു 50% വണ്ടികൾ സെൽറ്റോസ് ആയി. കസ്റ്റമറിന്റെ സൈഡിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേരിയന്റാ പോകുന്നത് സെൽറ്റോസിനകത്ത് നമുക്കിപ്പം നിലവിൽ പോകുന്ന വേരിയന്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഈ HTE ഓപ്ഷൻ IVT, അതായത് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയന്റ്. സെൽറ്റോസിന്റെ സെക്കൻഡ് വേരിയന്റ് തൊട്ട് തന്നെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യും. 16 ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യും. ഒരു കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്ക് 16-60 റേഞ്ചിലേക്ക്. ഈ പ്രൈസ് എന്ന് പറഞ്ഞാൽ കമ്പനി നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തരുന്നതെന്ന് പറഞ്ഞാൽ 3 വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറന്റി തരുന്നത്. നമ്മൾ കിലോമീറ്ററിന് റെസ്ട്രിക്ഷൻ വെക്കുന്നില്ല, നമ്മുടെ ഒരു വണ്ടിക്കും വെക്കുന്നില്ല. അതിന്റെ കൂട്ടത്തിൽ അത് 2 വർഷത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തുള്ള 5 വർഷത്തെ പാക്കേജും പിന്നെ നമ്മുടെ ബേസിക് ആക്സറീസും ഇതും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് 1665. സ്റ്റാർട്ടിംഗ് വേരിയന്റ് മാനുവൽ മതിയെങ്കിൽ എത്ര രൂപയ്ക്ക് കൊടുക്കാം? സ്റ്റാർട്ടിംഗ് വേരിയന്റ് മാനുവൽ നമുക്കൊരു 1379 കൊടുക്കാം. 1770. അത് നമുക്ക് ഇപ്പൊ വണ്ടി ഇവിടെ കിടപ്പില്ല എങ്കിലും നമുക്ക് വണ്ടിക്ക് അത് എന്തൊക്കെ ഫീച്ചർ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുന്നത്? അത് നമുക്ക് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എമൗണ്ട് പ്രൈസ് പറഞ്ഞു 1379 എന്ന് പറഞ്ഞു. 1379 എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ 5 വർഷത്തെ വാറന്റി ആയി. വണ്ടിക്ക് അത് ആക്സറീസ് ഉണ്ട്, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് മനസ്സിൽ വേണം. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് നമ്മൾ ഒരിക്കലും നമ്മുടെ വണ്ടിയെ ബേസ് എന്ന് വിളിക്കത്തില്ല. ബേസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാർ അടിക്കും. ഒരിക്കലും നമുക്ക് വണ്ടിയെ ബേസ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സ്റ്റാർട്ടിംഗ് വേരിയന്റിൽ തന്നെ LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, LED DRLs വരുന്നുണ്ട്, നമുക്ക് സ്കിഡ് പ്ലേറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ റെയർല് സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട്, LED ബാക്ക് ലൈറ്റും വരുന്നു. ഒബ്വിയസ്ലി നമ്മൾ സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആണ്, വണ്ടിക്കകത്ത് ഒന്നും ഇല്ല എന്നുള്ളൊരു ഫീൽ ആയിരിക്കും. നമ്മൾ കയറുമ്പോൾ തന്നെ വണ്ടിക്കകത്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡബിൾ ഡീക്കറ്റ് സ്റ്റിയറിംഗ് ആണ് നമുക്ക് വരുന്നത്. ആ സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് ഇൻഫോർടൈൻമെന്റ് കൺട്രോൾ, സ്പീക്കേഴ്സിന്റെ കൺട്രോൾ, നമുക്ക് 6 സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ സ്പീക്കർ വരുന്നത്. പിന്നെ നമുക്ക് 10.25 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഈ ടച്ച് സ്ക്രീനിൽ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ വിത്ത് അസിസ്റ്റീവ് ഗൈഡ് ലൈൻസ് ആണ്. നമ്മൾ അറിയാലോ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ വണ്ടി എങ്ങോട്ട് പോകുന്നുള്ള രീതി വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തീർന്നിട്ടില്ല. അതിൽ തന്നെ നമുക്ക് വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ കാർപ്ലേ കണക്ട് ചെയ്യാനുള്ള ഫീച്ചറും വരുന്നുണ്ട്. അത് മാത്രമല്ല ക്രൂയിസ് കൺട്രോളും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. എയർ ബാഗ് നമുക്ക് 6 എയർ ബാഗ്. പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് മൊത്തമായിട്ട് പറയുവാണെങ്കിൽ ഒരു 13,79,000 രൂപയ്ക്ക് നമ്മൾ വെളിയിലോട്ട് ഇറക്കുന്ന വണ്ടി. നമ്മൾ വേറെ വെളിയിലുള്ള ആക്സറീസിലോട്ട് പോകണ്ട വണ്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ. നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിംഗ് വേരിയന്റ് വണ്ടി ഒരു ഡൗൺ പേയ്മെന്റ് അടയ്ക്കണം. എത്ര രൂപ ഒരു നല്ല സിവിൽ സ്കോർ ഉള്ള ഒരു കസ്റ്റമർ സിവിൽ സ്കോർ ഉള്ള കസ്റ്റമർ നമുക്കൊരു 10% എന്നുള്ള രീതിയിൽ നമുക്ക് എടുത്താൽ സ്റ്റാർട്ടിംഗ് വേരിയന്റ് ഇറക്കാൻ പറ്റും. ബാക്കി എല്ലാ ലോ ഡോക്യുമെന്റേഷനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും. അത് തന്നെ നമുക്ക് ഇവിടെ ഫിനാൻസ് കോർഡിനേറ്റർ ഉണ്ട്, ആള് തന്നെ എല്ലാം ചെയ്ത് കൊടുക്കും. പിന്നെ അടുത്ത നമ്മുടെ കൂടെ ഒരു അടിപൊളി വണ്ടി കിടപ്പുണ്ട്, കേരൻസ് അല്ലേ? ക്ലാവിസ് CV ആണ്. കേരൻസ് എന്നുള്ള പേര് സത്യം പറഞ്ഞാൽ പോയി, ഇപ്പൊ ക്ലാവിസ് എന്നുള്ള ഒരു കുറച്ച് പണ്ടത്തെ കേരൻസിനെ കാട്ടി ഭയങ്കര ബിഗ് ആയി വണ്ടി അല്ലേ? ഒരു ഡയമെൻഷൻ വൈസ് അല്ല, ലുക്ക് വൈസ് ആ ഒരു സ്ട്രക്ചറിലേക്ക് വണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് EV ഉണ്ട്, നമുക്ക് ഐസ് എഞ്ചിന് 2 രീതിയിലും കിട്ടും. ഈ ഒരു വണ്ടി ഞാനൊരു കുറച്ച് ദിവസം ഉപയോഗിച്ചതാണ്. അപ്പൊ അന്ന് അതിന്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു മീഡിയം പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 2 ബാറ്ററി പാക്കിൽ വണ്ടി വരുന്നുണ്ട്. പ്രൈസിങ്ങും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു 7 സീറ്റർ ആണ് അല്ലേ? അതാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തു പറയാനുള്ളത്. ഈ 2 രീതിയിലുള്ള കസ്റ്റമേഴ്സ് വണ്ടി എടുക്കുന്നുണ്ട്.
ഒന്ന് 7 സീറ്റർ വണ്ടി നോക്കി വരുന്നത് എടുക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ സീറ്റർ വെച്ച് കമ്പയർ ചെയ്യുമല്ലോ. കമ്പയർ ചെയ്ത സമയത്ത് 5 സീറ്റർ നോക്കി വരുന്നവർ പോലും വണ്ടി ഓടിച്ചു കഴിഞ്ഞ് 7 സീറ്റർ ആയിട്ട് എടുത്ത് പോകുന്നുണ്ട്. നമുക്ക് ആദ്യം EV കുറിച്ച് പറയാം. EV ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ആയിട്ട് എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. രണ്ട് കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് കയ്യിൽ കാശൊന്നും സ്പെൻഡ് ആവുന്നില്ലെന്നാണ്. പ്രത്യേകിച്ച് സോളാർ കാര്യങ്ങളവിടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ₹1 മുടക്കാതെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാം. അപ്പോൾ അതിനകത്ത് സർവീസ് കോസ്റ്റ്, ചെറിയൊരു സർവീസ് കോസ്റ്റ്, നമുക്ക് ഇതില് സർവീസ് കോസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വരുന്നില്ല. ചെറിയൊരു സർവീസ്, പക്ഷേ പീരിയോഡിക്കലി അത് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യണം, നല്ല വാറന്റിയും കാര്യങ്ങളെല്ലാം കിട്ടുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ വലിയ കോസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതാണ് അതിനകത്ത് ഏറ്റവും അഡ്വാൻസ്. 2 ബാറ്ററി പാക്കാണ്, 51.4 കിലോ വരുന്നുണ്ട് അല്ലേ പാക്ക് വരുന്നത്. ഓക്കെ, ഈ 41-നകത്ത് നമുക്ക് എത്ര കിലോമീറ്റർ ആണ് റേഞ്ച് പറയുന്നത്? വരുമ്പോഴത്തേക്ക് നമുക്ക് 404 കിലോമീറ്റർ റേഞ്ച് വരുന്നുണ്ട്. അതേസമയം 51.4 വരുമ്പോഴത്തേക്കും 490 കിലോമീറ്റർ ആണ് റേഞ്ച് പറയുന്നത്. ഇതിന്റെ പ്രൈസിങ് നമുക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 20 ലക്ഷം രൂപ തൊട്ട് നമുക്ക് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ 10% ഡൗൺ പേയ്മെന്റ് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അത് നല്ല സിവിൽ സ്കോർ ആണെങ്കിൽ. സിവിൽ സ്കോറിന്റെ വേരിയേഷൻ വരുമ്പോൾ ഈ ഡൗൺ പേയ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ വ്യക്തികളെ അനുസരിച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് വേരിയേഷൻ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എത്ര ആണെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഓൾറെഡി നമുക്ക് ഇതിൽ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് LED DRLs വരുന്നുണ്ട്, സ്കിഡ് പ്ലേസ്, ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ്, നമുക്ക് പിന്നെ 16 ഇഞ്ചിന്റെ അലോയ് വീൽസ് വരുന്നുണ്ട്, റൂഫ് റെയിൽസ്, കണക്റ്റഡ് ടെയിൽ ലൈറ്റ്, അതോടെ കയറി ചെന്ന് നമുക്ക് ഇന്റീരിയേഴ്സോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ 6 സ്പീക്കേഴ്സ്. എനിക്കൊന്ന് ഇന്റീരിയർ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള വണ്ടിയാണ്. കാരണം ഒരു ലക്ഷറി വണ്ടി കൊണ്ടു നടക്കുന്നതിനുള്ള ഇന്റീരിയർ ആണ് ഇതിനകത്ത് കമ്പനി തന്നിരിക്കുന്നത്. അത് ഹെവി ഒരു അട്രാക്ഷൻ ആണ് ഈ വണ്ടിയുടെ കാര്യത്തിൽ. അത്യാവശ്യം നല്ല രസമുള്ള സീറ്റുകളാണ് വണ്ടിയിൽ വരുന്നത്. സ്റ്റിയറിംഗ് ആയാലും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയാലും എല്ലാം ഒരു പ്രത്യേക പാറ്റുകളാണ് ചെയ്ത് വെച്ചത്. അതിൽ ഇതിനകത്ത് ഏറ്റവും രസമായിട്ട് എനിക്ക് തോന്നുന്നത് ആംബിയൻ ലൈറ്റിംഗ്. രാത്രിയിലൊക്കെ ഭയങ്കര ഒരു മെർസിഡീസ് ഒക്കെ കൊണ്ടു നടക്കുന്ന പോലത്തെ ഫീൽ നമുക്ക് രാത്രി. സെക്കൻഡ് വേരിയന്റിലോട്ടാണ് നമുക്ക് ആംബിയൻ ലൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിംഗിൾ ടച്ചിൽ സീറ്റ് ഫോൾഡ് ചെയ്ത് മാറ്റാം. വൺ ടച്ച് ടംബിൾ സീറ്റ് എന്നാ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിരുന്നാൽ മതി. നമുക്ക് വലിയ ഹെവി ആയിട്ട് ലോഡ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റാർട്ടിംഗ് വേരിയന്റിലോട്ട് തന്നെ അങ്ങനെ വരുന്നത്. ജസ്റ്റ് ഒന്ന് ഞെക്കി വിട്ടിരുന്നാൽ മതി. നോർമൽ പെട്രോൾ എഞ്ചിനിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് നമുക്കൊരു 13.5 ലക്ഷം രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. 13.5 ലക്ഷം രൂപ തൊട്ട് പെട്രോളിൽ നമുക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട്. 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ, 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. 3 എഞ്ചിൻ ഓപ്ഷൻ ആണ് വരുന്നത്. അതായത് ഒരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്, ഒരു 1.5 ലിറ്റർ ടർബോ പെട്രോൾ വരുന്നുണ്ട്, ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് EV വരുന്നുണ്ട്. അതായത് ഒരു 4 ഓപ്ഷൻ ആയി. വന്നു കഴിഞ്ഞാല് 4 ഓപ്ഷൻ ആണ് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റുന്നത്. അതായത് നോർമൽ പെട്രോൾ മതി, നോർമൽ പെട്രോൾ, നമുക്ക് ടർബോ പെട്രോൾ വേണം, ഓട്ടോമാറ്റിക് വേണമെങ്കിൽ അതെനിക്ക് ഈ ഓട്ടോമാറ്റിക് എടുക്കാൻ താല്പര്യമുള്ള കസ്റ്റമർക്ക് നോക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് EV. സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത്. പെർഫോമൻസ് കൂടെ വേണ്ടുന്നവർക്ക് തീർച്ചയായിട്ടും അത് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ സെൽറ്റോസ് ഓഫേഴ്സും കാര്യങ്ങളൊന്നും പറയില്ല. സെൽറ്റോസിന് ഓഫർ വല്ലതും ഉണ്ടോ? സെൽറ്റോസിൽ നമുക്കിപ്പോ അറിയാലോ, പുതിയ വണ്ടിയാണ്, 2026 വന്ന വണ്ടിയാണ്. നമുക്കിപ്പോ കിയ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 20,000 രൂപ ലോയാലിറ്റി. നിലവിൽ കിയ ഓൺ ചെയ്യുന്ന ഒരു കസ്റ്റമറിന് എക്സ്ചേഞ്ച് ആയിട്ട് 20,000 രൂപ ഡിസ്കൗണ്ട് കൊടുക്കും. അല്ലാതെ നമുക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് ആയിട്ട് ന്യൂ സെൽറ്റോസിലൊന്നും വന്നിട്ടില്ല നിലവിൽ. ഓക്കെ, ഇത് നമ്മൾ ക്ലിയറൻസിലേക്ക് വരുമ്പോൾ ഓഫേഴ്സ് എങ്ങനെ? 2025 വണ്ടി കുറച്ച് സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഓഫേഴ്സ് ആദ്യം നോക്കാം അല്ലേ? 25 വണ്ടി വളരെ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട്. കാരണം അറിയാലോ, നമ്മുടെ അത്യാവശ്യം മൂവ് ആവുന്ന വണ്ടികളാണ്. ഇപ്പൊ തന്നെ ഓൾറെഡി നമ്മള് 2-3 വണ്ടി ഇപ്പൊ തന്നെ വന്ന് കിടപ്പുണ്ട്, അടുത്ത ദിവസങ്ങൾ ഡെലിവറി ആയിട്ട്. അപ്പൊ നമ്മുടെ EVയുടെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് 75,000 രൂപ ക്യാഷ് ഓഫർ വരുന്നുണ്ട്, 75,000 രൂപ എക്സ്ചേഞ്ച് ഓഫർ വരുന്നുണ്ട്, 20,000 ലോയാലിറ്റി. പിന്നെ നമുക്ക് കിയ ലിസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കോർപ്പറേറ്റ്സിന് കോർപ്പറേറ്റ് ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് വണ്ടി എടുക്കുക. 25 വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ. അതെ, വളരെ കുറച്ച് സ്റ്റോക്കുകളും ഉള്ളൂ, ലിമിറ്റഡ് വേരിയൻസ് കിടപ്പുള്ളൂ. ഇനി 26 വണ്ടിയിലേക്ക് വരികയാണെങ്കിൽ വരുമ്പോഴത്തേക്കും നമുക്ക് 20,000 രൂപ ക്യാഷ് ഓഫറും, 20,000 രൂപ എക്സ്ചേഞ്ച് ബോണസും, 20,000 രൂപ ലോയാലിറ്റി ബോണസും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കോർപ്പറേറ്റ്സ്, അതായത് കിയ ലിസ്റ്റഡ് കോർപ്പറേറ്റ്സിന് ഒരു 10,000 റുപ്പീസ് അഡീഷണൽ നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ 25 വണ്ടി എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബെനിഫിറ്റ് ഉണ്ട്. 26 വണ്ടി എടുക്കാൻ ഒരു സ്ലൈറ്റ് ബെനിഫിറ്റ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. 25 വണ്ടികൾ വളരെ കുറവാണ് സ്റ്റോക്കുകൾ. അത് എടുത്തെടുത്ത് പറയാം വീണ്ടും. കാരണം നമ്മൾ ഇത്ര ഓഫേഴ്സ് പറഞ്ഞു കഴിഞ്ഞിട്ട് നാളെ ഒരു എൻക്വയറി വന്നിട്ട് വണ്ടി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് വരുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ വണ്ടിയിൽ. ഭയങ്കര രസമുള്ള ഒരു വണ്ടിയാണ് പോണ്ട് സീറോസ് അല്ലേ? ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വണ്ടിയാണ്, അത്യാവശ്യം നല്ല സ്പേസ്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ അകത്ത് നല്ല സ്പേസും കംഫർട്ടും ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് 10,15,000 നമുക്ക് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യും. ഓൺ റോഡ് ആണ്, എക്സ്ഷോറൂം അല്ല പറയുന്നത്. ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യും. ഇതിന്റെ ആ ഒരു പ്രൈസിൽ നമ്മൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ലെന്ന് പറയാം. കാരണം ഇത്രത്തോളം ഫെസിലിറ്റി ഉള്ള വണ്ടി, അതാണ് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം. ഇത് ഒരു സബ് 4 മീറ്റർ വണ്ടിയാണ്. 4 മീറ്റർ വണ്ടിയാണെങ്കിൽ പോലും ഇത്രയും വിട്ട് വരുന്നതുകൊണ്ട് തന്നെ അകം ഭയങ്കര സ്പേഷ്യസ് ആണ്. നല്ല രസം ഓടിക്കാൻ. അതെ, ഓടിക്കാൻ നല്ല രസം, കൊണ്ട് പാർക്ക് ചെയ്യാൻ നല്ല രസമാണ്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ആ കംഫർട്ട് അതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ 10 പേര് നോക്കും. ഇത് മാത്രമല്ല, നമുക്ക് സോണറ്റും ഉണ്ട് അല്ലേ? സോണറ്റും
നമുക്ക് ഈ ഒരു രീതിയിൽ സോണറ്റ് എനിക്കൊന്നും ഇപ്പോൾ കിയയിൽ ഫേസ് മാറാത്ത ഒരു വണ്ടി സോണറ്റ് ആണ്. നമുക്ക് എനിക്ക് വരുന്ന സമയങ്ങളിൽ അതിന്റെ ഫേസ് മാറി ഈ രീതിയിലൊക്കെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇനി അതുപോലെ EV-യും ഉടനെ തന്നെ നമുക്ക് സീറോസിനകത്ത് വരാനുള്ള ചാൻസ് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ സോണറ്റ് വരുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്തോ 8,65,000 തൊട്ടാണ് സോണത്തിന്റെ സ്റ്റാർട്ടിംഗ് വരുന്നത്. 8,55,000 അത് ഓൺ റോഡ് അല്ലേ? ഓൺ റോഡ് പ്രൈസ്. ഇതാണ് കിയയിൽ നമുക്ക് ഇപ്പൊ കിട്ടുന്ന വണ്ടികൾ. അതിനകത്ത് ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം നല്ല അവൈലബിൾ ആണോ? ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ. ഓക്കെ, അപ്പോൾ രണ്ട് വണ്ടികളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓഫർ പറഞ്ഞു. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ എടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ വണ്ടിയുടെ ഓഫേഴ്സ്, പിന്നെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ അങ്ങനെ, പിന്നെ എക്സ്ചേഞ്ച് ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ലൈവ് ആയിട്ടുണ്ടല്ലോ. എല്ലാ ഫെസിലിറ്റി ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ 2025 വണ്ടിയാണെങ്കിൽ 25 വണ്ടി ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. 26 വണ്ടികൾ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് എത്ര വരുന്നുണ്ട്? വെയിറ്റിംഗ് പീരീഡ് നമുക്ക് കിയ നോർമലി പറയുന്നത് പറഞ്ഞാൽ 56 വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത്. പക്ഷേ എല്ലാ സ്പെസിഫിക് വേരിയന്റിലും പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് ഓൾ കേരള സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. അത്യാവശ്യം എൻജിൻ അത്യാവശ്യം ഡീലർഷിപ്പ് അല്ലേ? അതെ, പ്രയോറിറ്റി ബേസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളർ ചേഞ്ചോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ മാറ്റി കഴിഞ്ഞാൽ എടുക്കാം. അതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റും. അതിന്റെ രീതി സെറ്റ് ചെയ്ത് കൊടുക്കും.